1988 ക്രിസ്മസ് സീസൺ. രണ്ട് സിനിമകളുമായി മോഹൻലാൽ. അതിൽ മോഹൻലാൽ തന്നെ ആ ക്രിസ്മസ് തൂക്കിയെടുത്തു. ആ ഒരു ക്രിസ്മസ് സീസണിനെ കുറിച്ചാണ്, ആ സിനിമകളെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1988 എന്ന വർഷം പ്രിയദർശൻ മോഹൻലാൽ തന്നെ വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. വെള്ളാനകളുടെ നാട്, മൂന്തേട്ട, സുമിത്ര വിളിക്കുന്നു. പിന്നെ പ്രിയദർശൻ മോഹൻലാൽ ഇല്ലാതെ ചെയ്തൊരു സിനിമ ഒരു മുത്തശ്ശി കഥ. പക്ഷെ ഈ സിനിമകളൊന്നും അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അല്ല. വെള്ളാനകളുടെ നാട് ഓടിയ ഒരു സിനിമയാണ്. മുത്തശ്ശി കഥ പരാജയപ്പെട്ട ഒരു സിനിമയാണ്. മൂന്തേട്ട, സുമിത്ര വിളിക്കുന്നു അങ്ങനെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അല്ല. അത് കഴിഞ്ഞ് ആര്യൻ എന്നൊരു സിനിമയും ഇവർ ചെയ്തു. ആര്യൻ ആ ഓണത്തിന് നന്നായി ഓടിയ ഒരു സിനിമയാണ്. 100 ദിവസം ഓടി ഹിറ്റായിട്ടൊരു സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് അവരുടേതായ തിയേറ്ററിൽ എത്തിയ ഒരു സിനിമ, അങ്ങനെ ഭയങ്കര ഒരു ഓളോ ആഘോഷമോ ഒന്നുമില്ലാതെ എത്തിയൊരു സിനിമയാണ്. പക്ഷെ ആ സിനിമ ഒരു വർഷത്തോളം തിയേറ്ററുകൾ, അതിന്റെ അടുത്ത വർഷം 1989 തിയേറ്ററിൽ നിറഞ്ഞു ഓടിയ ഒരു സിനിമയാണ് ചിത്രം സിനിമയെ കുറിച്ച് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അത് കാണാത്ത മലയാളം ഉണ്ടാവില്ല. അല്ലെ, കണ്ണൂർ രാജന്റെ സംഗീതവും പാട്ടുകളും, എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു സോങ്സ് ആയാലും അതിന്റെ പെർഫോമൻസ് ആയാലും നെടുമുടി വേണും രഞ്ജിനിയും എല്ലാവരും, അല്ലെ ശ്രീനിവാസനും ഒക്കെയുള്ള അതിന്റെ ക്ലൈമാക്സ് നമുക്കറിയാം. ഇപ്പോഴും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചു നേരം നമ്മൾ ഒരു ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കും. അതുപോലെയാണ് അതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ. എന്തായാലും ആ സിനിമ ആ ക്രിസ്മസ് സീസണിൽ ഇറങ്ങി. ആ സിനിമ ക്രിസ്മസ് സീസണിലെ ഏറ്റവും വലിയ വിന്നറായി തന്നെ മാറി. അന്ന് ആ സിനിമ വേറെയും ഭാഷകളിലേക്കൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ തമിഴിലൊക്കെ അഭിനയിച്ചത് സത്യരാജാണ്. സത്യരാജ് ഒരുപാട് റീമേക്ക് സിനിമകൾ, മോഹൻലാലിന്റെ തന്നെ കുറെ റീമേക്ക് സിനിമകളൊക്കെ അഭിനയിച്ചിട്ട് ആണ് ഒരു സ്റ്റാർ ആയതെന്ന് സത്യരാജ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാജാവിന്റെ മകനൊക്കെ സത്യരാജിന് ഭയങ്കര വിജയം കൊടുത്തൊരു സിനിമയായിരുന്നു. ഇതിൽ സത്യരാജ് ഇതിന്റെ തമിഴ് റീമേക്ക് ചെയ്തു. കന്നഡയിൽ വിഷ്ണുവർദ്ധനൻ, തെലുങ്കില് മോഹൻ ബാബു, ഹിന്ദിയില് മിഥുൻ ചക്രവർത്തി. എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഹിന്ദിയിലൊന്നും എനിക്ക് സ്റ്റാറ്റസ് അറിയില്ല, പക്ഷെ കന്നഡയിലൊക്കെ അത് വിജയിച്ച ഒരു സിനിമ തന്നെയായിരുന്നു, തെലുങ്കിലൊക്കെ. കാരണം അതുപോലത്തെ എല്ലായിടത്തും വർക്കാവുന്ന ഒരു കഥ തന്നെയായിരുന്നു അന്ന് ചിത്രം എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു സിനിമ മോഹൻലാൽ തന്നെ, ഉത്സവ പിറ്റേന്ന് ഭരത് ഗോപി എന്ന മഹാനായ നടൻ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. ആ ഒരു സിനിമ ഒരു പ്രത്യേക മൂഡിലുള്ള ഒരു സിനിമ തന്നെയാണ്. മോഹൻലാൽ ഒരു വളരെ പാവം ക്യാരക്ടർ, ഒരു തമ്പുരാൻ അനിയൻകുട്ടി എന്ന് വിളിക്കുന്ന സുകുമാരന്റെ അനിയനായിട്ടുള്ള ഒരു ക്യാരക്ടർ, ജോൺ പോളിന്റെ അതിഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് ആ ഒരു സിനിമ. അന്ന് ആ ഒരു സിനിമയുടെ ഡിസ്കഷനൊക്കെ ഞാനവിടെ വായിച്ചിട്ടുണ്ട്. അന്ന് ഭരത് ഗോപിക്ക് എന്തോ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ ജോൺ പോൾ അവിടെ പോയി താമസിച്ച്, ഒരു ഹോട്ടലിൽ താമസിച്ച്, രാവിലെ ഇവർ ചെറിയ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ഭരത് ഗോപി ട്രീറ്റ്മെന്റ് പോകും. പിന്നെ ഭരത് ഗോപി ഉച്ചയായിട്ട് തിരിച്ചുവരും, വീണ്ടും ഇരിക്കും. അങ്ങനെ അവിടെ കോയമ്പത്തൂരൊക്കെ ഇരുന്നിട്ടാണ് ജോൺ പോൾ അതിന്റെ കഥയൊക്കെ രൂപപ്പെടുത്തി സ്ക്രിപ്റ്റ് ആക്കിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൽ മോഹൻലാൽ, പാർവതി, ദേവൻ, ജയറാം അതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അതിന്റെ ക്ലൈമാക്സ് ചിത്രം പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു ക്ലൈമാക്സും ഒരു ട്രാജഡിയാണ്. അതിന്റെ ഒരു ക്ലൈമാക്സ് ട്രാജിക് എൻഡിലാണ് ആ സിനിമയും അതുകൊണ്ട് അവസാനിപ്പിച്ചിട്ടുള്ളതൊക്കെ. അങ്ങനെ ജയറാമിന് അങ്ങനെ മോഹൻലാൽ 2 സിനിമകൾ, ചിത്രവും ഉത്സവ പിറ്റേന്ന്. പക്ഷെ ഉത്സവ പിറ്റേന്ന് അന്ന് തിയേറ്ററിൽ വിജയിച്ച ഒരു സിനിമയല്ല. അത് ചിത്രം ഹിറ്റായതുകൊണ്ടാണോ അതോ ഇതിന്റെ ഒരു സീരിയസ് മൂഡിലുള്ള സിനിമ ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ ആളുകൾ കയറി കണ്ട ഒരു സിനിമയല്ല ഉത്സവ പിറ്റേന്ന്. അടുത്തത് ഹിറ്റ് മേക്കർ കമലിന്റെ. അതിനു മുമ്പ് കമൽ ചെയ്ത ഉണ്ണികളെ ഒരു കഥ പറയാം, ഓർക്കാപ്പുറത്ത് 88 ഉണ്ണികളെ കഥ പറയാം 87 ഇതൊക്കെ അത്യാവശ്യം ഒന്ന് ഓടിയ ഒരു സിനിമകളായിരുന്നു. ഓർക്കാപ്പുറത്തും അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ, പക്ഷെ അതും ആ 88 വിഷുവിനൊക്കെ ഇറങ്ങി നന്നായി കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കമൽ ചെയ്തൊരു സിനിമയാണ് ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ്. അത് കാക്കനാടന്റെ ഒരു കഥ ബേസ് ചെയ്തിട്ടാണ് അതില് ജയറാമും സുരേഷ് ഗോപിയും, എനിക്ക് ജയറാം തന്നെയാണ് അതിലൊരു മെയിൻ. പിന്നെ സുരേഷ് ഗോപി അതിലൊരു ചെറിയൊരു വേഷത്തിലുണ്ട്. അതില് സുകുമാരൻ, ലിസി, നെടുമുടി വേണു. അതൊരു സീരിയസ് മോഡിലുള്ള സിനിമയായിരുന്നു. പക്ഷെ കമലിന്റെ മുമ്പത്തെ സിനിമകളെ പോലത്തെ ഉള്ള ഒരു സ്വീകാര്യത ആ ഒരു സിനിമയ്ക്ക് ലഭിച്ചില്ല. ജയറാം ആ 88 എന്ന് പറഞ്ഞ വർഷമാണ് ജയറാമും സിനിമയിൽ വരുന്നത്. ജയറാമിന് ആദ്യത്തെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പോ അതോ ആ ഒരു സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് കുറെ ഓഫേഴ്സ് കിട്ടി. അതിലൊരു സിനിമ തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ്. പിന്നെ അടുത്ത സിനിമ അന്നത്തെ കുടുംബ സദസ്സുകളുടെ പ്രിയപ്പെട്ട സംവിധായകൻ, അല്ലെങ്കിൽ മലയാളത്തിലെ സകലകലാവല്ലവൻ എന്ന് പറയാവുന്ന ബാലചന്ദ്ര മേനോൻ. അതേ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം നിർവഹിച്ച് അദ്ദേഹം തന്നെ പ്രധാന വേഷം ചെയ്ത കണ്ടതും കേട്ടതും. ബാലചന്ദ്ര മേനോന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഓഡിയൻസ് ഉണ്ട്. അദ്ദേഹം എല്ലാ വർഷവും ഫെസ്റ്റിവൽ സീസൺ സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. വിഷുവും, ഓണം, ക്രിസ്മസ് അങ്ങനെ
എപ്പോഴും അദ്ദേഹം തിയേറ്റർ ചാർട്ടിയും അദ്ദേഹത്തെ സിനിമകൾ മിക്കവാറും അദ്ദേഹം തന്നെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറെ ചില പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം അദ്ദേഹത്തിന് അതിലൊരു പങ്കുണ്ടാവും. തിയേറ്റേഴ്സ് ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് ഒരു കിട്ടുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് മിക്കവാറും അദ്ദേഹം തന്നെ മെയിൻ റോൾ ചെയ്യും, വേറെ ആർട്ടിസ്റ്റുകൾ കിട്ടുന്നവരെ വെച്ച് ചെയ്യും. അങ്ങനെ ചെയ്ത ഒരു സിനിമയാണ്. ഒരുപാട് പുതിയ നായികമാരെ അദ്ദേഹം സിനിമയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലും ഒരു നായികരെ കൊണ്ടുവന്നു, ഉഷ. ഈ സിനിമയിൽ ബാലചന്ദ്രനെ കൂടാതെ ബൈജു ഉണ്ട്, മാളാരവിന്ദനുണ്ട്, തിലകനുണ്ട്, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ആ സിനിമ പക്ഷെ ബാലചന്ദ്ര മേനോന്റെ അതിന് മുമ്പുള്ള പല നമ്മൾ കാര്യം നിസ്സാരം പോലെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല വലിയ വലിയ സിനിമകൾ അദ്ദേഹം ചെയ്ത് വലിയ ഹിറ്റുകൾ കിട്ടിയ സിനിമകളുണ്ട്. അതുപോലത്തെ ഒരു ഇതിലേക്ക് എത്തിയില്ല ആ ഒരു സിനിമ. അതൊരു ആവറേജിൽ ഒതുങ്ങിപ്പോയി. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ചെറിയ ബഡ്ജറ്റിലായതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ അത് ഓടി കളക്ട് ചെയ്ത് നഷ്ടം വരാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും അദ്ദേഹം സിനിമകൾ തീർത്തിരുന്നു. എന്തായാലും കണ്ടതും കേട്ടതും അന്ന് തിയേറ്ററിൽ വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയല്ല. അടുത്തത് ജയറാം തന്നെ അഭിനയിച്ച മറ്റൊരു സിനിമ, നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിൻ്റെതായ, പ്രേം നസീർ അഭിനയിച്ച അവസാനത്തെ സിനിമ, അവസാനം റിലീസായ സിനിമ എന്ന് പറയാൻ പറ്റില്ല, അവസാനം റിലീസായത് 90-ൽ ഇറങ്ങിയ കടത്തനാടൻ അമ്പാടിയായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് റിലീസായ അദ്ദേഹം പൂർത്തീകരിച്ച അവസാന സിനിമ. A.T. അബു സംവിധാനം ചെയ്ത ധ്വനി എന്ന സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ പാട്ടുകൾ തന്നെയായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കാരണം അതിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നൗഷാദ് എന്ന മ്യൂസിക് ഡയറക്ടർ ലെജൻഡ് അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. ഒരുപാട് പാട്ടുകൾ സിനിമയിലുണ്ട്. അതിൽ ജയറാമിന് നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. കാരണം പ്രേം നസീറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്, പ്രേം നസീറിന് ഒരുപാട് മിമിക്രി ചെയ്തിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടാണ് ജയറാം. ആ ജയറാമിനെ പ്രേം നസീറിന്റെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ളത് പല താരങ്ങൾക്കും പിന്നീട് ആ ഒരു ജനറേഷനിലുള്ള പലർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യം തന്നെയാണ്. ഇതിൽ ശോഭനയും ജയഭാരതിയും സുരേഷ് ഗോപിയും ഇതിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ സിനിമ അന്ന് തിയേറ്ററിൽ വലുതായിട്ട് വിജയിച്ചില്ല, പക്ഷെ അതിലെ പാട്ടുകൾ കൊണ്ട് ആ ഒരു സിനിമ ഇന്നും നമ്മൾ ഓർക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും 88-ലെ വിന്നർ എന്ന് പറയുന്നത് ചിത്രം സിനിമ തന്നെയാണ്. ആ വർഷത്തെയും ഏറ്റവും വലിയ വിജയം ചിത്രം തന്നെയായിരുന്നു. ചിത്രം സിനിമയൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല ചിത്രം, പക്ഷെ അത് തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലാണ് ഇറങ്ങിയത്. അത് എനിക്ക് എവിടെയോ ഒരു ഓർമ്മ, ഒരു വായിച്ചതായിട്ട് ഒരു ഓർമ്മയുണ്ട്. പിന്നീട് പലരും പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്. ഇന്ന് സ്വപ്ന തിയേറ്റർ ഇല്ല. സ്വപ്നയിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ ഓടിയിട്ടുള്ളതാണ്. എനിക്കോട് അന്ന് ആ തിയേറ്ററിന്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ചിത്രം തന്നെയായിരിക്കും. പിന്നെ തേന്മാവിൽ കൊമ്പത്ത്, ദേവാസുരം, ഇതൊക്കെ ആയിരിക്കും സ്വപ്ന തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ഓടിയത്. പിന്നെ ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ് രാഗം തിയേറ്ററിലാണ് തൃശ്ശൂർ ഇറങ്ങിയിരിക്കുന്നത്. ഉത്സവ പിറ്റേന്ന് ജോസ് തിയേറ്ററിലാണ്. ഇത്രയാണ് എൻ്റെ ഒരു ഓർമ്മകൾ വരുന്നത്. മറ്റ് സിനിമകൾ എവിടെയാണ് ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. ഇതിൽ ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല, എല്ലാം പിന്നീട് DVD കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ TV വന്നിട്ട് കണ്ടിട്ടുള്ളതാണ്. എന്തായാലും നിങ്ങൾ അന്ന് ആരെങ്കിലും ഈ സിനിമയ്ക്ക് എത്തി ചിത്രമൊക്കെ തിയേറ്ററിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു മെമ്മറി പറയുക. എങ്ങനെയായിരുന്നു അന്ന് ആളുകൾ അക്സെപ്റ്റ് ചെയ്തത്, ആ സിനിമയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ പറയണം. കാരണം ചിത്രമൊക്കെ എനിക്ക് 365 ദിവസം A സെന്ററിൽ മാത്രമാണ് ഓടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് B സെന്റേഴ്സിനും C സെന്റേഴ്സിനും. ഇതിന്റെ അടുത്ത വർഷം 89-ൽ ഈ പ്രിയദർശൻ മോഹൻലാലിന്റെ വന്ദനമൊക്കെ ഇറങ്ങുമ്പോൾ വന്ദനത്തിനെക്കാട്ടും കൂടുതൽ കളക്ട് ചെയ്തത് ആ വർഷവും ചിത്രമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്നും എറണാകുളത്ത് ഈ സിനിമ സ്വപ്നയിൽ എത്ര കാലം ഓടിയിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് എനിക്കൊരു ലിറ്റിൽ ഷേണായിസിലാണ് തോന്നുന്നത്. ലിറ്റിൽ ഷേണായിസിലൊക്കെ ചിത്രം പിന്നെയും കുറെ കാലം ന്യൂൺ ഷോ ഒക്കെ ആയിട്ട് ഓടിയിട്ടുള്ളതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ആ സിനിമകളെ കുറിച്ചുള്ള എൻ്റെ അറിവുകളും എൻ്റെ ഓർമ്മകളും. ബാക്കി നിങ്ങൾ ഷെയർ ചെയ്യുക.